ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വൺ വേ സ്ലാബിൻ്റെ ഒരു ഡിസൈൻ പ്രോബ്ലമാണ്. പ്രോബ്ലം ഇതാണ്: ഡിസൈൻ എ സിംപ്ലി സപ്പോർട്ടഡ് സ്ലാബ് ഓൺ എ മേസൺട്രി വാൾ ടു ദി ഫോളോയിങ് റിക്വയർമെൻറ്റ്സ്. ക്ലിയർ സ്പാൻ ഈക്വൽ ടു 3 meters, ലൈഫ് ലോഡ് ഈക്വൽ ടു 4000 Newton per meter square. വി ഹാവ് ടു യൂസ് M20 കോൺക്രീറ്റ് ആൻഡ് Fe15 സ്റ്റീൽ. അപ്പോൾ നിങ്ങൾ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ ഡിസൈൻ പ്രൊസീജിയർ പറഞ്ഞിട്ടുണ്ട്. വൺ വേ സ്ലാബിൻ്റെ ഡിസൈൻ പ്രൊസീജിയർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതൊന്നും ഫോളോ ചെയ്യുക മാത്രമേ നമ്മൾ എന്ത് ചെയ്യാനുള്ളൂ, ഈ ഡിസൈൻ പ്രോബ്ലത്തിൽ ചെയ്യാനുള്ളൂ. അപ്പോൾ ആ ഡിസൈൻ പ്രൊസീജിയർ നിങ്ങൾ കൃത്യമായിട്ട് റെഫർ ചെയ്ത് മനസ്സിലാക്കി പഠിക്കാം. എന്നിട്ടാണ് ഈ പ്രോബ്ലം നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ആദ്യം ബിയറിങ് എത്രയെന്ന് നോക്കണം. ബിയറിങ്ങിൻ്റെ വിടുത്ത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. നമ്മൾ ബിയറിങ്ങിൻ്റെ വിടുത്ത് എത്രയെന്ന് നോക്കണം. നമുക്ക് ബിയറിങ്ങിൻ്റെ വിടുത്ത് തന്നിട്ടുണ്ടാവും. ഇറ്റ് ഈസ് നോട്ട് ഗിവൺ. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യണം. അസ്യൂം ചെയ്യാനുള്ള വാല്യൂസ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ ഉൾപ്പെടുന്ന ഒരു വാല്യൂ, ദാറ്റ് ഈസ് 120 mm ആണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ 120 mm അസ്യൂം ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ബിയറിങ്സ് കണ്ടെത്താൻ കഴിയും. സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ബിയറിങ്സ് എന്ന് പറഞ്ഞാൽ ക്ലിയർ സ്പാൻ എത്രയാണ്? ക്ലിയർ സ്പാൻ വരുന്നത് 3 മീറ്ററാണ്. പ്ലസ് നമ്മൾ 120 mm ആണ് ബിയറിങ്ങിൽ. സെൻറ്റർ ടു സെൻറ്റർ 0.6 പ്ലസ് 0.6, ദാറ്റ് ഈസ് 3.12 മീറ്റർ എന്ന് കിട്ടും. ഇനി നമുക്ക് എഫക്റ്റീവ് ഡെപ്ത്ത്, സ്പാൻ ടു എഫക്റ്റീവ് ഡെപ്ത്ത് റേഷ്യോ നമുക്കറിയാം. സ്പാൻ ടു എഫക്റ്റീവ് ഡെപ്ത്ത് റേഷ്യോ ഓഫ് വൺ വേ സ്ലാബ്, അതിൻ്റെ ബേസിക് വാല്യൂസ് ആസ് പെർ IS കോഡ് 20 ആണ്. പിന്നെ അതിന് ഒരു മോഡിഫിക്കേഷൻ ഫാക്ടറും കൂടി വരുന്നുണ്ട് ബേസ്ഡ് ഓൺ ദി AST വാല്യൂ, പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ വാല്യൂ. അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ നമുക്ക് തന്നിട്ടില്ല, അതുകൊണ്ട് വി ആർ അസ്യൂമിങ് 0.3%. അപ്പോൾ സാധാരണ വരുന്ന 0.3 അല്ലെങ്കിൽ 0.4% ഒക്കെയാണ് നമ്മൾ സാധാരണ അസ്യൂം ചെയ്യാറ്. ഒരു 0.3% അസ്യൂം ചെയ്യാം. അപ്പോൾ 0.3% സ്റ്റീൽ, പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ അസ്യൂം ചെയ്തു. അതുപോലെ തന്നെ അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മോഡിഫിക്കേഷൻ ഫാക്ടർ കണ്ടുപിടിക്കാനുള്ള ടേബിൾ അല്ല ഗ്രാഫ് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ഗ്രാഫിൽ നിന്നാണ് എന്ത് ചെയ്യേണ്ടത്? യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി മോഡിഫിക്കേഷൻ ഫാക്ടർ. അതൊക്കെ നമ്മൾ ഇതിൻ്റെ ഡിസൈൻ പ്രൊസീജിയറിൽ കാണിച്ചു തന്നതാണ്. അപ്പോൾ ആ ഗ്രാഫിൽ നിന്ന് നിങ്ങൾ മോഡിഫിക്കേഷൻ ഫാക്ടർ 1.4 കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെ 0.3%ൻ്റെ പെർസെൻറ്റേജ് ഓഫ് സ്റ്റീലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മോഡിഫിക്കേഷൻ ഫാക്ടർ എന്താണ്? ഇറ്റ് ഈസ് 1.4 ആണ്. നമ്മൾ ഉപയോഗിക്കുന്നത് Fe415 സ്റ്റീൽ ആയതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് എഫക്റ്റീവ് ഡെപ്ത്ത് റിക്വയർഡ് എന്ന് പറഞ്ഞാൽ സ്പാൻ ബൈ 20 ഇൻറ്റു മോഡിഫിക്കേഷൻ ഫാക്ടർ. സ്പാൻ അറിയാം, ഇൻറ്റു 20 ഇൻറ്റു 1.40. മോഡിഫിക്കേഷൻ ഫാക്ടർ ഓഫ് 0.3%. Fe415 സ്റ്റീൽ ഈസ് 1.4. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? എഫക്റ്റീവ് ഡെപ്ത്ത് 112 mm ആണ്. ഇനി നമുക്ക് അതിൻ്റെ ഓവറോൾ ഡെപ്ത്ത് കണ്ടെത്തണം. ഓവറോൾ ഡെപ്ത്ത് എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് ഡെപ്ത്ത് പ്ലസ് എഫക്റ്റീവ് കവറാണ്. അപ്പോൾ നമ്മൾ എഫക്റ്റീവ് കവർ കണ്ടെത്തണം. എഫക്റ്റീവ് കവർ കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു അസ്യൂം ദി ഡയമീറ്റർ ഓഫ് ബാർസ് ടു ബി യൂസ്ഡ്. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഡയമീറ്റർ ഓഫ് ബാർസ് ടു ബി യൂസ്ഡ് എന്ന് പറഞ്ഞാൽ 8 mm ബാർസ്. ക്ലിയർ കവർ കൊടുക്കുന്നത് സാധാരണ സ്ലാബ് ആണെങ്കിൽ 15 mm ആണ്. അപ്പോൾ 8 mm ബാർസ്, 50 mm കവർ. അപ്പോൾ നമ്മുടെ എഫക്റ്റീവ് കവർ എന്തായിരിക്കും? ക്ലിയർ കവർ പ്ലസ് diameter of bars divided by 2. That is clear cover 15, diameter of bar divided by 2 എന്താണ്? 8 divided by 2 equal to 4 mm. That is we get 15 plus 4 equal to 19 mm. അപ്പോൾ ഓവറോൾ ഡെപ്ത്ത് എന്താവും? 112 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എഫക്റ്റീവ് ഡെപ്ത്ത് പ്ലസ് എഫക്റ്റീവ് കവർ, ദാറ്റ് ഈസ് 131 mm. നമ്മൾ ഒരു ഓവറോൾ ഡെപ്ത്ത് ഒരു റൗണ്ട് വാല്യൂയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ 131നെ നമ്മൾ റൗണ്ട് വാല്യൂ ആയിട്ട് 135 mm ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ പ്രൊവൈഡ് ചെയ്യാൻ ഓവറോൾ ഡെപ്ത്ത് ഓഫ് 135 mm. ഇനി എഫക്റ്റീവ് ഡെപ്ത്ത് നമുക്ക് കിട്ടി. ഓവറോൾ ഡെപ്ത്ത് 135 mm. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫക്റ്റീവ് ഡെപ്ത്ത് എത്രയാണെന്ന് നോക്കണം. നമ്മൾ കുറച്ച് ഏറെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫക്റ്റീവ് ഡെപ്ത്ത് എത്രയാണെന്ന് നോക്കണം. എഫക്റ്റീവ് കവർ അറിയാം 19 mm. ഇപ്പോൾ എഫക്റ്റീവ് ഡെപ്ത്ത് എന്താവും? 135 മൈനസ് 19 mm, ദാറ്റ് ഈസ് 116 mm. ഇനി നെക്സ്റ്റ് നമ്മൾ ലോഡ്സ് കണ്ടെത്തേണ്ടതാണ്. അപ്പോൾ ലോഡ്സ് വരുന്നത് ഡെഡ് ലോഡുണ്ട്, ലൈവ് ലോഡുണ്ട്. ഡെഡ് ലോഡ് എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് ഉണ്ട്, അതിൻ്റെ ഫിനിഷ് ചെയ്തിട്ടുള്ള ലോഡുണ്ട്. അപ്പോൾ സാധാരണ ഫിനിഷ് കൊടുക്കാറുള്ളത് 20 mm ആണ്. എവിടെ കൊടുക്കാറുള്ളത്?
സ്ലാബിൻ്റെ മേലെ ഫിനിഷ് കൊടുക്കാറുള്ളത്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡിസൈൻ പ്രൊസീജിയറിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ നന്നായിട്ട് റെഫർ ചെയ്തിട്ട് വേണം ഈ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാൻ. അപ്പോൾ ഡെഡ് ലോഡ് ഓഫ് സ്ലാബിൻ്റെ ഡെഡ് ലോഡ് മാത്രമാകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈസ് 25 × d ഇൻ ഡെപ്ത് ഓഫ് സ്ലാബ് ഇൻ മില്ലിമീറ്റർ. ദാറ്റ് ഈസ് 25 × ഡെപ്ത് ഓഫ് സ്ലാബ് ഇൻ മില്ലിമീറ്റർ എന്താണ് ഓവറോൾ ഡെപ്ത് 135 ആണ്. അപ്പോൾ 3375 Nm/m². ഈ ഇക്വേഷനൊക്കെ നമ്മൾ ഡിസൈൻ പ്രൊസീജിയറിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് പറയാത്തത്. ഫ്ലോർ ഫിനിഷ് വരുന്നത് 20 mm ആയതുകൊണ്ട് നമ്മൾ PCCൻ്റെ യൂണിറ്റ് വെയിറ്റ് ആണ് എടുക്കുന്നത്. 24 × 20 ആണ് ഡെപ്ത് വരുന്നത്. ദാറ്റ് ഈസ് 480 Nm/m² എന്ന് കിട്ടും. യൂണിറ്റ്സൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കാം. ലൈവ് ലോഡ് വരുന്നത് 4000 Nm/m² ആണ്. അതുകൊണ്ട് ഓവറാളായിട്ടുള്ള ടോട്ടൽ ലോഡ് വരുന്നത് 7855 Nm/m² ആണ്. അപ്പോൾ ടോട്ടൽ ലോഡ് കിട്ടിയ നമ്മൾ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി ഫാക്ടേഡ് ലോഡ്. ഫാക്ടേഡ് ലോഡ് എന്ന് പറഞ്ഞാൽ 1.5 times the height of total load. That is 1.5 × 78.55. That is 11782.5 Nm/m² എന്ന് കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ ഫാക്ടേഡ് മൊമെൻറ്റ് കണ്ടെത്തണം. ഫാക്ടേഡ് മൊമെൻറ്റ് കണ്ടെത്താൻ വി ആർ കൺസിഡറിങ് 1 meter സ്ട്രിപ്പ്. അപ്പോൾ സ്ലാബിൻ്റെ കേസിൽ നമ്മൾ മൊത്തം സ്ലാബിനല്ല, ഒരു 1 meter സ്ട്രിപ്പ് ഓഫ് സ്ലാബിനാണ് എന്ത് ചെയ്യുക, ഫാക്ടേഡ് മൊമെൻറ്റ് കണ്ടെത്താം. അപ്പോൾ 1 meter സ്ട്രിപ്പ് ഓഫ് സ്ലാബ് ആണെങ്കിൽ അതിൻ്റെ ഫാക്ടേഡ് മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ സിംപ്ലി സപ്പോർട്ടഡ് ആണെങ്കിൽ ഇറ്റ് ഈസ് WL²/8 ആണ്. അപ്പോൾ L എന്താണ്, എഫക്റ്റീവ് സ്പാൻ ആണ്. എഫക്റ്റീവ് സ്പാൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ലെസർ ഓഫ് ദി ഫോളോയിങ്. ദാറ്റ് ഈസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി സെൻറ്റർ ഓഫ് ബിയറിംഗ്. എത്രയാണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്, 3.12. ക്ലിയർ സ്പാൻ പ്ലസ് എഫക്റ്റീവ് ഡെപ്ത്. ക്ലിയർ സ്പാൻ എത്രയാണ്, 3 meter. എഫക്റ്റീവ് ഡെപ്ത് എത്രയാണ്, 0.116 meter. ദാറ്റ് ഈസ് 3.116 meter. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഇതിൻ്റെ ഏറ്റവും ചെറിയ വാല്യൂ എന്താണ്, എഫക്റ്റീവ് സ്പാന് 3.116 meter എന്ന് കിട്ടി. ഇനി നമുക്ക് ജസ്റ്റ് ഇതിലിട്ട് ഇക്വേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. WL²/8 നമുക്ക് ഫാക്ടേഡ് മൊമെൻറ്റ് എത്ര കിട്ടി, നിങ്ങൾ വാല്യൂസൊക്കെ പുട്ട് ചെയ്യുമ്പോൾ 14300.20 Nm. നിങ്ങൾ വാല്യൂസും അതുപോലെ തന്നെ അതിൻ്റെ യൂണിറ്റ്സും എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. യൂണിറ്റ്സ് മാറിയാൽ നമ്മളെ പ്രോബ്ലംസ് എല്ലാം വ്യത്യാസം വരും. ഇനി നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഡെപ്ത് എത്രയാണെന്ന് നോക്കണം. ദാറ്റ് ഈസ് ഫ്ലക്ചർ ബേസ്ഡ് ആയിട്ടുള്ള റിക്വയർഡ് ഡെപ്ത് എന്ന് പറഞ്ഞാൽ 0.138 FCK/BD² = MU. ആ ഇക്വേഷൻ വെച്ചിട്ട് MU ലിമിറ്റ് അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അതിൻ്റെ ലിമിറ്റിംഗ് ഡെപ്ത് കണ്ടെത്തേണ്ടത്. അപ്പോൾ 0.138 FCK/BD². ബി എന്ന് പറഞ്ഞാൽ നമ്മൾ 1000 mm സ്ട്രിപ്പാണ്, 1 meter സ്ട്രിപ്പാണ്. അപ്പോൾ ബി വരുന്നത് 1000 mm ആണ്. FCK അറിയാം, ഡി ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ ടി എത്ര കിട്ടും, 72 mm എന്ന് കിട്ടും. നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള എത്രയാണ്, 1116 mm ആണ്. അപ്പോൾ പ്രൊവൈഡ് ചെയ്തതിനേക്കാളും നമുക്ക് ആവശ്യമുള്ളതിന് റിക്വയർഡിനേക്കാളും എന്തുണ്ട്, നമ്മൾ പ്രൊവൈഡ് ചെയ്തതുണ്ട്. അപ്പോൾ ഫ്ലെക്ഷറൽ കൺസിഡറേഷൻ എന്താണ്, ഇറ്റ് ഈസ് സേഫ് ആണ്. ഇനി നമ്മൾ അതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ കണ്ടെത്തണം. പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ കണ്ടെത്താനുള്ള ഇക്വേഷൻ നമ്മൾ ബീമിൽ പറഞ്ഞിട്ടുണ്ട്. സെയിം ഇക്വേഷൻ തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അനക്സ് ജിയിലെ അണ്ടർ റീൻഫോഴ്സ്ഡ് സെക്ഷൻ്റെ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് AST കണ്ടെത്താം. ഒന്നുകിൽ ഈ ഇക്വേഷൻ പഠിക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് വരുന്നുണ്ടാവാം. ഈ ഇക്വേഷനിൽ നിങ്ങൾ MU/BD², MU നമുക്കറിയാം വാല്യൂ നമ്മൾ കണ്ടെത്തിയാണ്, P 1000 ആണ്. ഡി എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഡെപ്താണ്, ദാറ്റ് ഈസ് 116 mm ആണ്. അപ്പോൾ ഈ വാല്യൂ 1.063. ഇവിടെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ വി വിൽ ഗെറ്റ് എ പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ ഈക്വൽ ടു 0.32%. പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ 0.32% ആണ്. പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ എന്താണ്, PT എന്ന് പറഞ്ഞാൽ എന്താണ്, AST/BD × 100. ഇതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, PT അറിയാം, പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ 0.32 അറിയാം, AST അറിയില്ല, B അറിയാം 1000 mm ആണ്, D അറിയാം 116 mm ആണ്. ഇനി ഇതിൽ നിന്ന് എന്ത് ചെയ്യാം, നമുക്ക് AST കണ്ടെത്താം. ദാറ്റ് ഈസ് 0.32/100 × 1000 × 116. 1000 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 1 meter സ്ട്രിപ്പ് വൈഡ് സ്ലാബാണ് എടുക്കുന്നത്. ദാറ്റ് ഈസ് 1000 mm വിടുത്താണ് സ്ലാബിന് വരുന്നത്. ദാറ്റ് ഈസ് 371.2 mm² എന്ന് കൊടുക്കും. ഇനി അതിൻ്റെ സ്പേസിങ് കണ്ടെത്തണം. സ്പേസിങ് നമ്മൾ ഉപയോഗിക്കുന്നത് 8 mm ബാർസ് ആണ്. 8 mm ബാർസ് ആയതുകൊണ്ട് 8 mm ബാർസ് ആയതുകൊണ്ട് സ്പേസിങ് എങ്ങനെ കണ്ടെത്തുക, ആദ്യം നമ്പർ ഓഫ് ബാർസ് കണ്ടെത്തുക. നമ്പർ ഓഫ് ബാർസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മൊത്തം ഏരിയ 371.2 mm ഉണ്ട്. മൊത്തം ഏരിയ ഓഫ് സ്റ്റീല് 8 mm ബാർസിൻ്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ π/4 × 8². അതാണ് 50 വരുന്നത്. π/4 × 8² ആണെന്ത്
50 mm² എന്ന് വരുന്നത്. അപ്പോൾ 371.2 ഡിവൈഡഡ് ബൈ 50 എന്ന് വരും. 371.2 ഡിവൈഡഡ് ബൈ 50. ഇതാണ് നമ്പർ ഓഫ് ബാർസ്. നമ്മൾ വിടുത്ത് എത്ര വരുന്നത്? സ്ലാബിൻ്റെ വിടുത്ത് നമ്മൾ 1000 mm എടുക്കുന്നത്. അപ്പോൾ 1000 mm സ്ലാബാണ് വരുന്നത്. 1000 mm സ്ട്രിപ്പ് അപ്പോൾ 1000 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ബാർസ് പെർ 1 മീറ്ററിലാണ് നമ്മൾ സ്പേസിങ് കണ്ടുപിടിക്കുന്നത്. അതാണ് 1000 mm എടുക്കുന്നത്. നമ്പർ ഓഫ് ബാർസ് എന്ന് പറഞ്ഞാൽ 371.2 ഡിവൈഡഡ് ബൈ 50. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ള ഇക്വേഷൻ. അപ്പോൾ 1 മീറ്റർ ഡിവൈഡഡ് ബൈ അതിൻ്റെ നമ്പർ ഓഫ് ബാർസ്. അപ്പോൾ 1 മീറ്ററിൽ 134 mm എന്ന് കിട്ടും. 134 mm സ്പേസിങ്. അപ്പോൾ നമ്മൾ ഒന്ന് റൗണ്ട് ഓഫ് ചെയ്തിട്ട് 130 mm സെൻറ്റർ ടു സെൻറ്റർ സ്പേസിങ് കൊടുക്കും. ഇനി 130 mm സ്പേസിങ് കൊടുത്താൽ നമ്മളെ ഏരിയ ഓഫ് സ്റ്റീൽ എന്ത് ചെയ്യും? കൂടും. അപ്പോൾ നമ്മൾ 130 mm സ്പേസിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആക്ച്വൽ ഏരിയ ഓഫ് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ നമ്മളെ ഏരിയ ഓഫ് 1 ബാർ 50 ആണ് ഇൻറ്റു 1 മീറ്ററിൽ 1000 ഡിവൈഡഡ് ബൈ സ്പേസിങ്. ഇതാണെന്ത്? നമ്മൾ AST കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. നമ്മൾ നേരത്തെ ചെയ്ത ഇക്വേഷൻ സെയിം തന്നെയാണ്. നമ്മൾ നേരത്തെ ചെയ്ത എങ്ങനെയായിരുന്നു? സ്പേസിങ് കണ്ടുപിടിക്കാൻ ഇൻറ്റു 1000 ഇൻറ്റു നമ്മൾ സ്പേസിങ് കണ്ടുപിടിച്ചത് 1000 ഇൻറ്റു മൊത്തം സ്റ്റീൽ ബാർസിൻ്റെ ഏരിയ ഇൻറ്റു ഏരിയ ഓഫ് 1 ബാർ A5 എന്ന് കൊടുത്തു. ദിസ് ഈസ് എന്താണ്? സ്പേസിങ് ആണ്. ഇവിടെ സ്പേസിങ് 130 എന്ന് കൊടുത്താൽ AST കണ്ടുപിടിക്കാൻ എന്താ? സ്പേസിങ്ങിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക, ASTനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. ദാറ്റ് ഈസ് 1000 ഇൻറ്റു ഏരിയ ഓഫ് 1 ബാർ എന്താണ്? 50 ആണ്. നമ്മൾ 8 mm ഉപയോഗിക്കുന്നതുകൊണ്ട് ഡിവൈഡഡ് ബൈ സ്പേസിങ് നമ്മൾ 130 ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതാണ് ഇവിടെ കാണിച്ച ഇക്വേഷൻ. അപ്പോൾ നമുക്ക് 384.6 mm ആണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ. അപ്പോൾ AST/BD കണ്ടെത്താം. AST/BD എത്ര കിട്ടും? ഇറ്റ് ഈസ് 0.33%. 384.6 mm² കറസ്പോണ്ടിങ് ആയിട്ടുള്ള പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ. പക്ഷേ നമ്മൾ ആദ്യം അസ്യൂം ചെയ്ത് എത്രയാണ്? ഇറ്റ് ഈസ് 0.3% ആണ്. അവിടെ ഉപയോഗിച്ചിട്ടുള്ള മോഡിഫിക്കേഷൻ ഫാക്ടർ ഫോർ സ്പാൻ ടു ഡെപ്ത് റേഷ്യോ എത്രയാണ്? ഇറ്റ് ഈസ് 1.4 ആണ്. ഇവിടെ നമുക്ക് 0.33 ആണ്. അപ്പോൾ ചെറിയ വ്യത്യാസമുണ്ട്. മോഡിഫിക്കേഷൻ ഫാക്ടർ 1.38 ആണ്. ഇത് നമ്മൾ കറക്റ്റ് ആണോ അല്ലേ, നമ്മൾ ഡെപ്ത്ത് സേഫ് ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇനി അപ്പോൾ നമുക്ക് 1.38 ആണ്. അപ്പോൾ എഫക്റ്റീവ് ഡെപ്ത്ത് റിക്വയർഡ് കണ്ടെത്താം. എഫക്റ്റീവ് ഡെപ്ത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് എഫക്റ്റീവ് സ്പാൻ അറിയാം. എഫക്റ്റീവ് സ്പാൻ ഇവിടെ തന്നിട്ടുള്ള തെറ്റാണ്. 3116 mm ആണ് നമ്മൾ നേരത്തെ കണ്ടെത്തിയാണ്. ഡിവൈഡഡ് ബൈ സ്പാൻ ബൈ ഡെപ്ത് റേഷ്യോ 20 ആണ് വരുന്നത്. നമ്മുടെ മോഡിഫിക്കേഷൻ ഫാക്ടർ 1.38 ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 113 ആണ്. നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള എത്രയുണ്ട്? ഇറ്റ് ഈസ് 116 mm പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആകെ ആവശ്യമുള്ളത് 113 mm ആണ്. അപ്പോൾ ഇറ്റ് ഈസ് സേഫ് അണ്ടർ സർവീസബിലിറ്റി കണ്ടീഷനിൽ ദാറ്റ് ഈസ് ഡിഫ്ലക്ഷൻ കൺസിഡറേഷനിൽ ഇതെന്താണ്? ഇറ്റ് ഈസ് സേഫ് ആണ്. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസൈൻ പ്രൊസീജിയറിൽ പറഞ്ഞതാണ്. നമ്മൾ എന്ത് ചെയ്യും? ആൾട്ടർനേറ്റ് ബാർസ് എന്ത് ചെയ്യും? ബെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബെൻഡ് ദി ആൾട്ടർനേറ്റീവ് ബാർസ് അറ്റ് 1/10 ഓഫ് ദി സ്പാൻ ബിറ്റ്വീൻ ദ സെൻറ്റേഴ്സ് ഓഫ് ദി ബിയറിംഗ്. 1/10 ഓഫ് ദി സ്പാനിൽ എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ ബെൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ സ്പാനിൻ്റെ 1/10 നമ്മൾ ബെൻഡ് ചെയ്യാറുണ്ട് ബിറ്റ്വീൻ ദി സെൻറ്റേഴ്സ് ഓഫ് ബിയറിംഗ്. അപ്പോൾ നമ്മൾ 1/10 ഓഫ് സ്പാനിൽ നമ്മൾ ബെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് വി ഹാവ് ടു ചെക്ക് ഫോർ ഷിയർ. ഷിയർ ചെക്ക് ചെയ്യാൻ നമ്മൾ ആദ്യം ടോവി കണ്ടെത്തണം, പിന്നെ ടോസി കണ്ടെത്തണം. നമ്മൾ ബേസ് ചെയ്യുന്നത് ഡെപ്തിന് ബേസ് ചെയ്തിട്ടുള്ള മോഡിഫിക്കേഷൻ ഫാക്ടറാണ്. ഈ വാല്യൂ എവിടെ നിന്ന് കിട്ടുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ IS കോഡിൽ കിട്ടുന്ന ടേബിൾ എടുത്തിട്ട് ആ വാല്യൂ എത്രയെന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ആദ്യം
ടോവി കണ്ടെത്തണം. ടോവി എന്ന് പറഞ്ഞാൽ വി യു ബൈ ബി ഡി ആണ്. വി യു എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഷിയർ ഫോഴ്സ് ആണ്. ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ WL/2. W എത്ര എഴുതുന്നത്? 11782.5 ഇൻറ്റു ക്ലിയർ സ്പാനാണ് എന്ന് പറയുന്നത് ഇൻറ്റു 3/2. അപ്പോൾ നിങ്ങൾ ഷിയർ ഫോഴ്സ് കണ്ടെത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എഫക്റ്റീവ് സ്പാനിൽ ഉപയോഗിക്കേണ്ടത് ക്ലിയർ സ്പാനാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന വി യു എന്ന് പറഞ്ഞാൽ 17673.75 ന്യൂട്ടൺ ആണ്. ഇനി നമുക്ക് നോർമൽ ഷിയർ സ്ട്രെസ് വി യു ബൈ ബി ഡി കണ്ടെത്താം. വി യു അറിയാം, ബി അറിയാം 1000 ആണ്, ഡി അറിയാം ജസ്റ്റ് 0.15 Newton/mm² എന്ന് കിട്ടും. ഇനി നമുക്ക് ടോസി കണ്ടെത്തണം. ടോസി കണ്ടെത്താൻ നമുക്ക് ആവശ്യമുള്ള എന്താണ്? നമുക്ക് ടോസി കണ്ടെത്തണമെങ്കിൽ നമുക്ക് പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ അറിയണം. അപ്പോൾ നമ്മൾ 50 ആൾട്ടർനേറ്റീവ് ബാസ് ബെൻഡ് ചെയ്യുന്നത് കൊണ്ട് അവിടെ 50% എന്ത് ചെയ്യുന്നുള്ളൂ? സ്റ്റീൽ ഉണ്ടാവുള്ളൂ. ദാറ്റ് ഈസ് നമ്മൾ ഉള്ളതിൻ്റെ 50% പാതി ഉണ്ടാവുള്ളൂ. ദാറ്റ് ഈസ് 0.32% ഉണ്ട്. എന്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ 0.32 അല്ല 0.33 ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. 0.33 ഉണ്ട്. അതിൻ്റെ പാതി എന്തുണ്ടാവുള്ളൂ? സപ്പോർട്ടിൽ ഉണ്ടാവുള്ളൂ. നമ്മൾ ബെൻഡ് ചെയ്യുന്നതുകൊണ്ടും കർട്ടേൽ ചെയ്യുന്നതുകൊണ്ടും. ദാറ്റ് ഈസ് 0.165% എന്തുള്ളൂ? സപ്പോർട്ടിലുള്ള ടെൻസൈൽ റീഇൻഫോഴ്സ്മെൻറ്റേ ഉള്ളൂ. ഇനി അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോസി വാല്യൂ കണ്ടെത്താം. അത് നമ്മൾ ടേബിളൊക്കെ പറഞ്ഞാണ് ടോസി വാല്യൂ കണ്ടെത്താനുള്ളത്. അത് നിങ്ങൾ IS കോഡിൽ നിന്ന് കണ്ടെത്തുമ്പോൾ നിങ്ങൾക്ക് ടോസി = 0.3 Newton/m² എന്ന് കിട്ടും. ഇനി 135 mm കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാവ് വാല്യൂ ഇത് ഞാൻ IS കോഡിൽ എവിടെ നിന്നാണ് കിട്ടുന്നത് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ഡിസൈൻ പ്രൊസീജിയറിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഡിസൈൻ പ്രൊസീജിയറിൽ നിങ്ങൾ ആ ടേബിൾ നോക്കിയിട്ട് IS കോഡിൽ ടേബിൾ നോക്കിയിട്ട് അത് കണ്ടെത്തുക. അപ്പോൾ 135 mm കറസ്പോണ്ടിങ് ആയിട്ട് കെ വാല്യൂ വരുന്നത് ഇറ്റ് ഈസ് 1.3 ആണ്. അപ്പോൾ കെ ടോസി വരുന്നത് എത്രയാണ്? 1.3 × 0.3 ആണ്. ദാറ്റ് ഈസ് 0.39 Newton/mm² ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ടോവി ലെസ് കെ ടോസി ആണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ടോവി കിട്ടുന്നത് 0.15 ആണ്, കെ ടോസി കിട്ടുന്നത് 0.39 ആണ്. അപ്പോൾ ടോവി എന്താണ്? ലെസ് ടോസി ആണ്. അപ്പോൾ ഡിസൈൻ ഈസ് സേഫ് അഗെയിൻസ്റ്റ് ഷിയർ. ഇനി നമുക്ക് ചെക്ക് ഫോർ ഡെവലപ്മെൻറ്റ് ലെങ്ത് ആണ്. മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ആദ്യം നമ്മൾ ചെക്ക് ഫോർ ഡെവലപ്മെൻറ്റ് ലെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്? 1.3 m1/vu + L0 ഇത് ചെക്ക് ചെയ്യണം. ദാറ്റ് ഈസ് LD < ≤ 1.3 times m1/vu + L0. m1 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 0.87 FI/AST × D × 1 - AST/BD × FY/FCK. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? 50% ബാസ് കർട്ടൈൽ ചെയ്യുന്നുണ്ട്. 50% ബാർ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ അതിൻ്റെ കർട്ടൈൽമെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 50% ബാർ കർട്ടൈൽ ചെയ്താൽ അതിൻ്റെ AST എന്ത് വരും? ആ ഭാഗത്തുള്ള AST എത്ര വരും? പാതിയാവും. ദാറ്റ് ഈസ് നമുക്ക് കിട്ടുന്ന 384 പാതി എന്ന് പറഞ്ഞാൽ 192.3 എന്ന് കിട്ടും AST. FI അറിയാം, D അറിയാം. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ we will get m1 = 7.7768 × 10⁶ Newton/mm എന്ന് കിട്ടും. ഈ ഇക്വേഷൻ നിങ്ങൾക്ക് അനെക്സ് ജിയിലുണ്ട്. അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷനിലുള്ള മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് m1 എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ. ഈ ഇക്വേഷൻ നമ്മൾ അനെക്സ് ജിയിലുള്ള ഇക്വേഷനാണ്. അപ്പോൾ നിങ്ങൾ അതിൽ റെഫർ ചെയ്താൽ മതി. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡിസൈൻ പ്രൊസീജിയറിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞതാണ്. അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ടൊന്നും പറയാത്തത്. ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്താൽ മാത്രം മതി. ഡിസൈൻ പ്രൊസീജിയർ കാണാതെ പഠിക്കുക, അവിടെ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യാൻ മാത്രമേ നമ്മൾ ഈ ഡിസൈനിൽ ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ 0.87 × FI അറിയാം. AST നമ്മൾ 50% കർട്ടൈൽ ചെയ്യുന്നതുകൊണ്ട് 50% ഓഫ് ഏരിയ ഓഫ് AST വരുന്നുള്ളൂ. അപ്പോൾ 384.6 ആണ് ഏരിയ ഓഫ് സ്റ്റീൽ വരുന്നത്. അതിൻ്റെ 50% 192.3 ആണ്. അപ്പോൾ നമുക്ക് ഇത് കിട്ടുമ്പോൾ m1 വാല്യൂ കിട്ടി. ഇനി LD എന്ന് പറഞ്ഞാൽ 5σs/4τBD 5σs/4τBD ഇത് നമ്മൾ പഠിച്ചതാണ് ഡെവലപ്മെൻറ്റ് ലെങ്ത്തിൻ്റെ ഇക്വേഷനിൽ. τBD കിട്ടുന്ന സ്ഥലവും നമ്മൾ IS കോഡിൽ പറഞ്ഞതാണ്. അപ്പോൾ IS കോഡിൽ ആ ഡെവലപ്മെൻറ്റ് ലെങ്ത്തിൻ്റെ പേജ് നോക്കിയിട്ട് τBD എത്രയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കുക.
അതിന് സിഗ്മ എസ് എന്ന് പറഞ്ഞാൽ 0.87 FI ആണ്. ദാറ്റ് ഈസ് 0.87 FI 5 ഡിവൈഡഡ് ബൈ 4 tau BD. ഈ ഇക്വേഷൻ നമ്മൾ IS സ്കൂളിൽ പറഞ്ഞതാണ്. എവിടെ നിന്ന് കിട്ടുന്നതെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ മുന്നത്തെ സെക്കൻഡ് മൊഡ്യൂൾ തേർഡ് മൊഡ്യൂളിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ 0.87 FI 415 ആണ്. 5 എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഓഫ് ബാസ് 8 mm ആണ്. 4 അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോ BD എന്ന് പറഞ്ഞാൽ 1.92 ആണ്. വാല്യൂസ് ടോ BD വാല്യൂസ് എത്ര കിട്ടുന്നതൊക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഈ വാല്യൂസ് കിട്ടുന്നുണ്ടോ ഇല്ല, എങ്ങനെ കിട്ടിയതൊക്കെ നിങ്ങൾ IS കോഡിൽ നിങ്ങൾക്ക് ടോ BD കിട്ടുന്ന പേജൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് മുന്നത്തെ ക്ലാസ്സുകളിൽ. അപ്പോൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് 376 mm എന്ന് കിട്ടും LD. ഇനി നമുക്ക് M1 കിട്ടി, VU അറിയാം. L0 എന്ന് പറഞ്ഞാൽ ആങ്കറേജ് ലെങ്ത് ബിയോണ്ട് ദി സെൻറ്റർ ഓഫ് സപ്പോർട്ട്. സെൻറ്റർ ഓഫ് സപ്പോർട്ടിന് ബിയോണ്ട് ആയിട്ടുള്ള ആങ്കറേജ് ലെങ്ത് ആണ്. അപ്പോൾ അതിന് ആങ്കറേജ് ലെങ്ത് എങ്ങനെ കണ്ടെത്തുക? സെൻറ്റർ ഓഫ് സപ്പോർട്ടാണ്. അപ്പോൾ സപ്പോർട്ട് വരുന്നത് 120 mm ആണ്. അപ്പോൾ സെൻറ്റർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഹാഫ് വരും. അപ്പോൾ 0.5 ടൈംസ് ഓഫ് 120 mm. പിന്നെ നമ്മൾ ക്ലിയർ കവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് എന്ത് ചെയ്യണം? വി ഹാവ് ടു മൈനസ്. അപ്പോൾ മൈനസ് ക്ലിയർ കവർ, ദാറ്റ് ഇസ് 15. അപ്പോൾ നമ്മൾ ആങ്കറേജ് വരുന്നത്, ആങ്കറേജ് എന്ന് പറഞ്ഞാൽ ഇതാണ് സപ്പോർട്ടിൽ നിന്ന് കുറച്ച് വരുന്നത്, ബിയോണ്ട് ദി സപ്പോർട്ട് വരുന്നത് ഈ ഡിസ്റ്റൻസ്, ഇതാണ് ആങ്കറേജ്. ദാറ്റ് ഈസ് സെൻറ്ററിൽ ഓഫ് ദി സപ്പോർട്ട് വരുന്നത് എത്രയാണ്? ഇതാണ് സപ്പോർട്ട് വരുന്നത്. ഇത് സെൻറ്റർ ഓഫ് ദി സപ്പോർട്ട്. കുറച്ച് ക്ലിയർ ആയിട്ട് വരക്കാം. ഇതാണ് സപ്പോർട്ടെങ്കിൽ ഇതാണ് ആങ്കറേജ്, ഈ ഡിസ്റ്റൻസ്. ഇതാണ് നമ്മൾ എന്ത് വരുന്നത്? ക്ലിയർ കവർ വരുന്നത്. ദാറ്റ് ഈസ് ഈ ഒരു ഡിസ്റ്റൻസാണ് വരുന്നത്. ഇത് സെൻറ്റർ ഓഫ് സപ്പോർട്ട് വരുന്നത് 0.5 60 mm. നമ്മളെ ക്ലിയർ കവർ വരുന്നത് 15 mm. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 60 - 15, ദാറ്റ് ഈസ് 45 mm നീട്ടി. അതാണ് എന്ത് വരുന്നത്? നമ്മളെ ആങ്കറേജ് വരുന്നത്. അപ്പോൾ ആങ്കറേജ് 45 mm കിട്ടി. ഈ ആങ്കറേജ് ഒരിക്കലും DO അല്ലെങ്കിൽ 12 ടൈംസ് ദി ഡയമീറ്റർ ഓഫ് ബാർസോ ഇതിനേക്കാളും എക്സീഡ് ചെയ്യാൻ പാടില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കുക. ഇത് നമ്മളെ കോഡിലുണ്ട്. എവിടെ നിന്ന് കിട്ടുന്നതെന്നൊക്കെ നമ്മൾ ഡിസൈൻ പ്രൊസീജിയറിൽ പറഞ്ഞിട്ടുള്ളതാണ്. ദാറ്റ് ഈസ് 1.3 ടൈംസ് M1/VU പ്ലസ് L0. M1 അറിയാം, VU അറിയാം, L0 അറിയാം. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 617 mm എന്ന് കിട്ടും. LD വരുന്നത് എത്രയാണ്? 376 mm ആണ്. അപ്പോൾ 376 mm ലെസ് ദാൻ 617 mm ആണ്. അപ്പോൾ എന്താണ്? സേഫാണ്. സേഫ് ഇൻ ആങ്കറേജ് ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് ചെയ്യണം. ഡീറ്റെയിലിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫിഗർ വരക്കണം. അപ്പോൾ നമുക്ക് 120 mm സപ്പോർട്ടാണ്. അപ്പോൾ 120 mm സപ്പോർട്ട് വരയ്ക്കുക. ഇനി നമ്മൾ വരുന്നത് എന്താണ്? മെയിൻ ബാർസ് വരുന്നത് 8 mm 130 mm സെൻറ്റർ ടു സെൻറ്റർ. അപ്പോൾ ഈ നീളത്തിലുള്ള ബാർസാണത്. ഈ നീളത്തിൽ കാണുന്ന ബാർസാണ് നമ്മൾ മെയിൻ ബാർസ് വരുന്നത്. വൺവേ സ്ലാബിൽ ഈ നീളത്തിൽ വരുന്നത് ഇതാണെന്ത്? മെയിൻ ബാർ വരുന്നത്. ഇനി ഈ ഡോട്ടായിട്ട് കാണുന്നത് ഡിസ്ട്രിബ്യൂഷൻ ബാറാണ്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ബാർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഡിസ്ട്രിബ്യൂഷൻ ബാർ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ അതിൻ്റെ ക്ലോസ് പറഞ്ഞിട്ടുണ്ട് ഏതാണെന്ന്. ആ ഡിസൈൻ പ്രൊസീജിയറിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ ബാർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതൊന്ന് നിങ്ങൾ എന്ത് ചെയ്യാം? റെഫർ ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 8 mm ബാർസ് ഏറ്റവും മിനിമം റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. അപ്പോൾ മിനിമം സ്പേസിങ്ങിനാണ് ഡിസ്ട്രിബ്യൂഷൻ ബാർസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് അത് വരുന്നത് 8 mm ബാർസ് 300 mm സെൻറ്റർ ടു സെൻറ്റർ. ഇതിനെക്കുറിച്ച് നമ്മൾ ഡിസൈൻ പ്രൊസീജിയറിൽ പറഞ്ഞതാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ കൂടുതലായിട്ട് മെൻഷൻ ചെയ്യാത്തത്. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ 1/10 ഓഫ് സ്പാനിൽ നമ്മൾ ബെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സെൻറ്റർ ഓഫ് സ്പാനിൽ നിന്ന് വരുന്നത് 1/10 ഓഫ് സ്പാനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ബെൻഡ് ചെയ്യുന്നുണ്ട്.
1/10 ഓഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഓഫ് സ്പാനിൽ നിന്ന് സെൻറ്റർ ടു സെൻറ്റർ സ്പാൻ എത്ര വരുന്നത് 3.12 ആണ്. അപ്പോൾ അതിൻ്റെ 1/10 ദാറ്റ് ഈസ് 312 mm എന്ന് വരും. അതാണ് ഇവിടെ വന്നിട്ടുള്ളത്. സെൻറ്റർ ടു സെൻറ്റർ ബിയറിംഗ് വരുന്നത് 3.12 mm ആണ്. അതിൻ്റെ 1/10 എന്ന് പറഞ്ഞാൽ 312 mm ആണ്. അതാണ് ഇവിടെ 312 എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ നമ്മളെ എന്ത് വരുന്നത്, ഡീറ്റെയിലിംഗ് വരുന്നത്. അപ്പോൾ ഇതിൽ നീളത്തിൽ കാണുന്നതാണ് എന്ത്, മെയിൻ ബാറ്. ഡോട്ട് കാണുന്നത് ഡിസ്ട്രിബ്യൂഷൻ ബാറാണ്. മെയിൻ ബാർ നമ്മൾ 1/10 ആൾട്ടർനേറ്റീവ് ബാർസ് എന്ത് ചെയ്യുന്നുണ്ട്, ബെൻഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഓവറോൾ ഡെപ്ത്ത് 135 mm. അപ്പോൾ ഇത്ര കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് വേറൊരു രീതിയിലുള്ള പ്രോബ്ലം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.